ഈ നിമിഷം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവർ അത്രയും നമ്മളുമായിട്ടൊക്കെ നല്ല കമ്പനിയായിട്ട് നമ്മളുമായിട്ട് നല്ല സന്തോഷപൂർവ്വം നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചാണ് നമ്മളിവിടെ ചെയ്തത് കേട്ടോ. ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ആനവണ്ടിയിലാണ് കേട്ടോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനവണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ KSRTC, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം KSRTCയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്പലമുക്ക്, വാമനാപുരം അമ്പലമുക്ക്, നമ്മുടെ പഴയ നാടുണ്ടല്ലോ, നമ്മുടെ പള്ളിയുടെ നാട്, നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ച്, നമ്മുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതുവഴിയാണ് ഇതാ ഇപ്പോൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഇതിൻ്റെ പോകുന്ന വഴിക്ക് യാത്രാവിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കിളിമാനൂർ, നമ്മുടെ കുളങ്ങര എന്ന് പറയുന്ന ഒരു പമ്പുണ്ട്. പമ്പൊക്കെ കഴിഞ്ഞ് അതിലേ വന്ന് നമ്മൾ നേരെ കിളിമാനൂരുള്ള KSRTC സ്റ്റാൻഡിലോട്ട് നമ്മുടെ ആനവണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ ആനവണ്ടി ഇതാ നമ്മൾ ഇങ്ങനെ കയറി, ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് റൈറ്റ് നമ്മൾ കയറുമ്പോഴത്തേക്കാണ്, റൈറ്റ് സൈഡ് തിരിഞ്ഞ് കയറി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കിളിമാനൂരുള്ള KSRTC സ്റ്റാൻഡ്. നേരെ KSRTC സ്റ്റാൻഡിനകത്തോട്ട് കയറാൻ വന്നപ്പോഴത്തേക്ക് അവിടെ മൊത്തവും തിരക്ക്, ഒരുപാട് വണ്ടികൾ കിടക്കുന്നു. നേരെ അതിനകത്തോട്ട് കയറി അതിലേ റൗണ്ട് ചെയ്ത് തിരിഞ്ഞു. വണ്ടികളൊക്കെ ഒരുപാട് ഇവിടെ കവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഇന്ന് ഞാൻ വന്ന ബസ്സിന് ടൈം ഭയങ്കരതായിട്ട് വേണ്ട, അവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്ന ഉള്ളത് കൊണ്ട് അവരവിടെ തന്നെ റൗണ്ട് ചെയ്ത് തിരിഞ്ഞങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. നേരെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങി, അത് കഴിഞ്ഞ് നേരെ നമ്മളിത് അടുത്തത് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചടയമംഗലം സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ ജടായുപ്പാറ ഉള്ള സ്ഥലം, ജടായുപ്പാറയുടെ നാടാണ് ചടയമംഗലം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആയൂരിൽ നിന്നും അഞ്ചലിലേക്ക് തിരിഞ്ഞ് അതുവഴി നമ്മൾ നേരെ റൗണ്ട് ചെയ്ത് കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ശ്രീനി കോന്നി, നമ്മുടെ വ്യൂ ഫൈൻഡർ, നമ്മുടെ കൂട്ടുകാരൻ വ്യൂ ഫൈൻഡറിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. വ്യൂ ഫൈൻഡറിൻ്റെ നാട്ടിലാണ് നമ്മൾ ഈ വണ്ടി ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോന്നിയിലുള്ള KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നും യാത്ര തുടർന്നു. നേരെ നമ്മൾ ഇനി പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പത്തനംതിട്ട ടൗണിൽ, പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ. നേരെ പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലാണ് നമ്മളിതായി വന്നിറങ്ങുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ട സ്ഥലമെന്ന് പറയുന്നത് നമുക്ക് എത്രയും വേണ്ടപ്പെട്ട നമുക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞ കുറേ മഹത് വ്യക്തികളെ ഞാൻ കാണാൻ പോവുകയാണ്. നമ്മൾ ഫോണിലൂടെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ബന്ധപ്പെടാത്ത ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. അതാ ഇന്ന് നമ്മൾ വന്ന് കയറിയോടെ നമ്മൾ കണ്ടിരിക്കുന്നത് രാജേഷ് കൊട്ടാരത്തിൽ, നമ്മുടെ പൊടിയും കൊച്ചേട്ടനും, പിന്നെ അതുകൂടാതെ തന്നെ വനജ ടീച്ചർ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിട്ട് നിന്ന ഒരു കഥാപാത്രം. ഇതെന്ന് പറയുന്നത് യൂട്യൂബർ സ്മിതേഷാണ് കേട്ടോ, സ്മിതേഷ് ചേട്ടനാണ്. പിന്നെ ഇത് വിഷ്ണു, നമ്മുടെ വിഷ്ണു റാന്നിക്കാരനാണ് കേട്ടോ, നമ്മുടെ ക്യാപിറ്റൽ വ്ലോഗ്സ്. അതുകൂടാതെ നമ്മുടെ രാജേഷ് കൊട്ടാരത്തിൽ, പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ സുജിത്ത് കോന്നി, ബേക്കിൽ നിൽക്കുന്നത് നമ്മുടെ ഹരിച്ചേട്ടൻ, നമ്മുടെ ഹരി ഉദിമൂട്. അപ്പോൾ ഇവരുടെയൊക്കെ നിറസാന്നിധ്യം ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. ഇവരിന്ന് നമ്മളുമായിട്ടൊക്കെ അടിച്ച് പൊളിച്ച് നല്ല സന്തോഷത്തിലായിരുന്നു. മൊത്തത്തിൽ എല്ലാവരുമായിട്ട് നല്ല അടിച്ച് പൊളിച്ചാൽ നമ്മളിവിടെ നിന്നായിട്ടോ. ഇനി അവർ ഒരു ജാടയോ അങ്ങനെയുള്ള ഒന്നുമില്ല, ഒരു വളരെ അടിപൊളിയായിട്ട് നമ്മളുമായിട്ട് അടിച്ച് പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വിഷ്ണു മച്ചാനെ നമ്മൾ നേരത്തെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഈ നിൽക്കുന്നത് DSNR ആണ്, ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ആളാണ്. DSNR വ്ളോഗാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൂടുമ്പോഴാണല്ലോ ഓരോരുത്തരുമായിട്ടൊക്കെ നമ്മുടെ പരിചയപ്പെടുന്നതും അങ്ങനെ നല്ല രീതിയിൽ കമ്പനിയാവുന്നത്. ഇത് നമ്മുടെ ഹരിച്ചേട്ടൻ്റെ മകളും വൈഫുമാണ്. അവരും ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് കേട്ടോ ഇവരെല്ലാവരും തന്നെ. ഹരിച്ചേട്ടൻ, പ്രത്യേകിച്ച് ഹരിച്ചേട്ടനും രാജേഷേട്ടനും പിന്നെ സുജിത്ത് ചേട്ടനും ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു നില വെച്ചാണെങ്കിൽ അവർക്ക് ചെറിയൊരു ജാടയൊക്കെ വയ്ക്കാം എന്നുണ്ടെങ്കിലും അവർ നമ്മുടെ എല്ലാവരുടെ വളരെ ഫ്രീ ആയിട്ട് ഒരു ജാടയും ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ ഹരിച്ചേട്ടൻ്റെ മകനാണ് കേട്ടോ, ബേക്കിൽ നിൽക്കുന്ന അത് ഹരിച്ചേട്ടൻ്റെ മകൾ. പിന്നെ എന്തുകൊണ്ടും വളരെ അടിപൊളി തന്നെയാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് നല്ല അടിച്ച് പൊളിച്ച് തന്നെയാണ് ഇവിടെ എല്ലാവരുമായിട്ട് നിന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു താരം അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആരാണ്? നമ്മുടെ ബിനു ഗിന്നസ്, നമ്മുടെ കൊച്ചിൻ ഗിന്നസിലെ ഒരു താരം ബിനു ഗിന്നസ് എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിസ്റ്റാണ്.
പിന്നെ കൂടാതെ ഒരു ഗായകൻ, നമ്മുടെ ഈ കലാരസികയിലോ കൊച്ചിൻ കലാരസികയിലെ തന്നെ ഒരു ഗായകൻ, അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാർ ഇവിടെ പെട്ടെന്ന് അവിടെ വരാനിടയായി. അങ്ങനെ ഞാൻ അവരുമായിട്ടും നല്ല കമ്പനിയായി കേട്ടോ. നമ്മുടെ ബിനുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ, ഭയങ്കര കോമഡിയൊക്കെയാണ്. ബിനുചേട്ടൻ മാത്രമല്ല കേട്ടോ, ഇവരെല്ലാവരും നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ, നമുക്ക് പിന്നെ വരാൻ തോന്നത്തില്ല. ഞാൻ തന്നെ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയതാണ്, എന്നെ വരാൻ തോന്നുന്നില്ല, ആ പരുവത്തിനായിപ്പോയി ഞാൻ അവിടെ വെച്ച്. ഈ നിമിഷം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവർ അത്രയും നമ്മളുമായിട്ടൊക്കെ നല്ല കമ്പനിയായിട്ട്, നമ്മളുമായിട്ട് നല്ല സന്തോഷപൂർവ്വം നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചാണ് നമ്മളിവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.